ഹലോ. സോ ആസ് ഓൾറെഡി പ്രോമിസ്ഡ് പാർട്ട് ടു ആയിട്ട് ഞാൻ വന്നേക്കാണ്. ആദ്യത്തെ പാർട്ട് വൺ മേജർലി ഒരു ഫ്രഷേഴ്സിന് എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു അബൌട്ട് ലിങ്ക്ഡിൻ ആൻഡ് ഹൗ യു ക്യാൻ യൂസ് ദറ്റ് ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോം ആ ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് ഹൗ യു ക്യാൻ എൻഡ് അപ്പ് ഇൻ യുവർ ഡ്രീം ജോബ് ഓർ ഹൗ ഡു യു ഹാവ് ടു ഹൗ ക്യാൻ യു സെറ്റ് അപ്പ് യുവർ ഹോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നുള്ള ഒരു ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ആൻഡ് അതിൽ കുറച്ച് മാത്രമാണ് ഞാൻ എക്സ്പീരിയൻസ് ഫോക്സിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മേജർലി ദാറ്റ് വാസ് മോർ ഫോർ ഫ്രഷേഴ്സ്. സോ വീഡിയോയുടെ ലെങ്ത് കൂടിയോണ്ട് ഐ എം കമ്മിങ് വിത്ത് പാർട്ട് ടു. സോ പാർട്ട് ടൂയില് എനിക്ക് പറയാനുള്ളത് ഇസ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം സോ ദാറ്റ് ഇറ്റ് വുഡ് മേക്ക് യുവർ പ്രൊഫൈൽ ലുക്ക് റിയലി അപ്പീലിംഗ് ഐ ക്യാൻ സേ ഫോർ എക്സാമ്പിൾ. സോ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ഹാവ് എ പ്രൊഫൈൽ പിക്ചർ. അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. റീസൺ ബിക്കോസ് അതിൽ ഞാൻ പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ്ലി നമുക്ക് വരാൻ പറ്റുന്ന പാർട്ട് സെക്കൻഡ് പോയിന്റ് വുഡ് ബി ടു കീപ് എ വെരി കാച്ചി ഹെഡ്ലൈൻ ആൻഡ് എ ഡീറ്റെയിൽഡ് വ്യൂ ആ ഒരു ഹെഡ്ലൈനിൽ കൊണ്ട് തന്നെ അബൌട്ട് ഹൂ യു ആർ ആസ് എ പേഴ്സൺ ആൻഡ് വാട്ട് യു വിൽ ബ്രിങ് ഇൻ ടു ടേബിൾ. മനസ്സിലായോ? അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു അക്കൗണ്ട്സ് പേയബിൾ ഡൊമൈനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഹൗ യു ക്യാൻ സെറ്റ് യുവർ എന്താ പറയുക ആ ഒരു പ്രൊഫൈൽ പിക്ചറിന് അടിയിലുള്ള ആ ഒരു സ്മോൾ ഹെഡ്ലൈൻ സ്പേസ് എങ്ങനെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോ യു ക്യാൻ പുട്ട് ഇറ്റ് സംതിങ് ലൈക്ക് 4+ years of extensive experience into accounts payable with so and so company. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന XYZ കമ്പനിയുടെ പേര് എഴുതാം അവിടെ. എന്നിട്ട് ഇഫ് യു ഹാഡ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ വേറെ കമ്പനീസ് യു ക്യാൻ ഓൾസോ മെൻഷൻ എക്സ് ഇൻഫോസിസ് ഫോർ എക്സാമ്പിൾ, എക്സ് എക്സെഞ്ചർ, എക്സ് കെപ്ജെമിനി, എക്സ് ഗോൾഡ്മാൻ സാക്സ്, അങ്ങനെ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സ് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ആസ് എൻ യു ആർ ഓൾസോ ആൻ എംപ്ലോയി ഓഫ് സോ ആൻഡ് സോ കമ്പനീസ് എന്ന് നിങ്ങൾക്ക് ഒരു വ്യൂവും കൂടി കൊടുക്കാം. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ERPs നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മേ ബി സാപ്പ്, ബ്ലാക്ക് ലൈൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ERP ബാക്ക്ഗ്രൗണ്ടും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ആ ഒരു പ്രൊഫൈല്. സോ ആസ് എ റിക്രൂട്ടർ എനിക്ക് അങ്ങനെ ഒരു പ്രൊഫൈൽ വച്ചിട്ടുള്ള ഒരാള് ആൻഡ് മീ പേഴ്സൺ ഹു ഇസ് ഹയറിംഗ് ഫോർ സച്ച് റോൾസ്, അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കണക്ഷൻ റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ അവരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനും അവരെ എന്നോടൊരു ജോബ് എന്താ പറയുക ജോബിന് വേണ്ടി ചോദിച്ച് വരാണെങ്കിൽ 100% ഞാൻ അവരുടെ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആർ ക്വൈറ്റ് ഹൈ. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആ ഒരു പ്രൊഫൈൽ ഹെഡിങ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇസ് യുവർ എംപ്ലോയ്മെന്റ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റുന്ന ഏരിയ ആസ് വെൽ ആസ് യുവർ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. സോ let's first come to the employment side. അല്ലെ? So employment side how much ever experience you're having with multiple companies or maybe one company, let it be, no problem. So whatever employment experience you're having, add that in the employment column. ഈ ആഫ്റ്റർ ഒരു ഫ്രഷർ ഒരു ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസിന് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് യുനോ കംസ് ഡൗൺ, ദ സ്കെയിൽ കംസ് ഡൗൺ എന്ന് തന്നെ ഞാൻ പറയാം. ബിക്കോസ് ഒരു സർട്ടൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഒന്നും അധികം ആൾക്കാർ ആരും തന്നെ പോയി നോക്കുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ വാട്ട് യു ക്യാൻ ഡു ഇസ് എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി ഉള്ള സ്ഥലത്ത് മേക്ക് ഷുവർ യു ആർ ആഡിങ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ പേര്, കറക്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ പേര്, ബിക്കോസ് നിങ്ങൾ മേ ബി ചില ഒരു കോൺട്രാക്ട് റോളിൽ പേറോൾ കമ്പനി ഡിഫറെന്റ് ആയിരിക്കും. സോ പേറോൾ എന്താണോ അത് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഫോർ ഇന്ന ആളെന്ന് എഴുതാം. പിന്നെ ക്ലയന്റ് നെയിംസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഇതുണ്ട്. സോ അതും നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാട്ട് ഓൾ ആർ യുവർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ ഒരു കാര്യം പറയണം, മോർ ദാൻ 2 കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ദൈവത്തോർത്ത് ഫസ്റ്റിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കരുത് സെക്കൻഡ് എക്സ്പീരിയൻസിലും. Distinguish between your first job and your second job. That means the recruiter can see how much extensive experience you have as a person. അപ്പോൾ ദൈവത്തോർത്ത് എളുപ്പപ്പണി ചെയ്യാനായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതെന്റെ ഒരു ഹംബിൾ സജഷൻ ആണ്. നമുക്ക് തന്നെ ഒരു റിക്രൂട്ടർ ആക്സസ് നമ്മൾ ചിലവർ റെസ്യൂമിൽ ഈ തെറ്റ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മൾ പണി വലിയ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ വരും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് ബ്ലണ്ടർ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സ്പെസിഫിക്കലി ചില റോൾസിന് the business will be very specific saying that they want only certain set of people from so and so background. Maybe they'll be specifically saying that avarku BCom background madi, sorry as in commerce background madi. Chella companies even finance roles maybe BTech vannalum corpilla ennulla companies business undam. Same company thana pala business would respond in different ways. So ensure your എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങൾ എഴുതേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വേണ്ടി വിചാരിക്കും ഇത് ഹൈഡ് ചെയ്ത് വെച്ചാൽ മേ ബി എനിക്ക് ഇന്റർവ്യൂ സി
അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളൊരു ഓഫർ ലെറ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ യു സബ്മിറ്റ് ഓൾ യുവർ ഡോക്യുമെന്റ്സ്. അപ്പോൾ ഏർലി ഓർ ലേറ്റ് ദാറ്റ് അത് കണ്ടുപിടിക്കും. സോ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ടൈം ആൻഡ് എനർജി ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ഇൻ ദ റോങ് പ്ലേസ്. റദർ യു ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് എനർജി ഇൻ ദ റൈറ്റ് പ്ലേസ്. ദാറ്റ് വുഡ് ബി മൈ നദർ സജഷൻ. അതുപോലെ തന്നെ ടെന്യൂർസ് ദാറ്റ് യു പുട്ടിങ് അത് കറക്റ്റ് ആയിട്ട് വയ്ക്കാൻ തന്നെ ശ്രമിക്കുക. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ്. ഇഫ് യുവർ ജോബ് is in an area where your certification is very important, ആ certification backgrounds ensure that you are giving it. അത് നിങ്ങൾ മറക്കാതെ ആ ഒരു സർട്ടിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്തായാലും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇസ് എന്താ പറയുക, റെഫറൻസ് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് റെഫറൻസ് ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സോ യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇസ് സെർച്ച് ഓപ്ഷൻ. ലിങ്ക്ഡിനിൽ നമ്മൾ പേരും കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന സെർച്ച് ഓപ്ഷനിൽ ഹൗ മെനി ഓഫ് യു നോ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ജോബ്സ്? എത്ര പേർക്ക് അറിയാം? അത് കുറെ പേർക്ക് അറിയില്ല. എപ്പോഴും ആൾക്കാർ ഡയറക്ട്ലി പോണ ജോബ്സ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടല്ലോ ലിങ്ക്ഡിൻ, അതിലേക്കാണ് എല്ലാവരും ഓടിച്ചെല്ലുന്നത്. ബട്ട് ദർ ഇസ് ഓൾസോ എൻ ഓപ്ഷൻ കോൾഡ് സെർച്ച്. യാ, ആ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ടൈപ്പ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ആ സെർച്ച് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് നിങ്ങൾ പറയാം ഹയറിംഗ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പുട്ട് ആൻ ഓർ, എന്നിട്ട് പിന്നെയും ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് യു ക്യാൻ ഗിവ് സംതിങ് ലൈക്ക് ബാംഗ്ലൂർ, ബിക്കോസ് മേ ബി ദാറ്റ് വുഡ് ബി യുവർ പ്രിഫേർഡ് ലൊക്കേഷൻ. ആൻഡ് മേ ബി ഇഫ് യു ആർ ലുക്കിംഗ് ഔട്ട് ഫോർ എൻ അക്കൗണ്ട്സ് പേബിൾ ജോബ്, പുട്ട് ആൻ ബാക്ക്ഗ്രൗണ്ട് അക്കൗണ്ട്സ് എന്നും ഇടാം. പിന്നെ അതിന് വേറെ ഓർ ഇട്ടിട്ട് പിന്നെ ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് അക്കൗണ്ട്സ് പേബിൾ. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓൾ ദോസ് തിങ്സ് യു ആർ ആഡിങ് ഇൻ ഡബിൾ കോട്ട്സ് എക്സാക്ട്ലി അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുള്ള റിക്രൂട്ടേഴ്സ്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിക്രൂട്ടേഴ്സ് പോസ്റ്റ് പീപ്പിൾ, റിക്രൂട്ടേഴ്സ് എന്നല്ല പീപ്പിൾ പോസ്റ്റ് ജോബ്, അങ്ങനെ അങ്ങനെ ഓരോ ഓപ്ഷൻസ് അടിയിൽ വരും. ഓരോന്നും നോക്കുകയാണെങ്കിൽ ആൾക്കാർ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആക്ഷൻ എല്ലാവർക്കും അറിയണ്ടാവും. മേ ബി അറിയുന്നവരുണ്ടാവും, പക്ഷെ ഇത് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ബിക്കോസ് ഞാനൊരു പാതി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ലിങ്ക്ഡിൻ ഉണ്ട് എന്ന് തന്നെ അറിയണം. യൂഷ്വലി യു ഗോ ആൻഡ് സെർച്ച് ഇൻ ദ ജോബ്സ്, ആ ഒരു പെർട്ടിക്കുലർ ജോബ് എന്ന് എഴുതിയ സ്ഥലത്തായിരിക്കും നോക്കണ്ടാവുക. സോ ഇങ്ങനെ ഒരു സ്ഥലവും കൂടി ലിങ്ക്ഡിനിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു കോണ്ടാക്ട് ഇൻഫോ, ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളുടെ കോണ്ടാക്ട് ഇൻഫോയും കൂടി നിങ്ങൾ കൊടുക്കാം. പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം പറയട്ടെ, ഇഫ് സമ്മൺ ഈസ് ആസ്കിങ് മണി ടു ഗിവ് യു എ ജോബ്, ഡോണ്ട് ഫോൾ ഫോർ സച്ച് ട്രാപ്സ്. എസ്പെഷ്യലി ഫ്രഷേഴ്സ്, കുറേ കുട്ടികൾ പൈസ കൊടുത്ത് എന്താ ഓരോരോ പൊട്ട ഫ്രോഡ് കമ്പനീസിന്റെ വലയിലാവുന്ന കുറേ പേരുണ്ട്. സോ ഡോണ്ട് ഫോൾ ഫോർ സച്ച് ട്രാപ്സ്, ബിക്കോസ് അങ്ങനെ പൈസ കൊടുത്ത് നിങ്ങൾ ജോലിക്ക് ഒരു ജെനുവൻ ആയിട്ടുള്ള കമ്പനിയിൽ ഒരിക്കലും നിങ്ങൾക്ക് കയറേണ്ടി വരില്ല. അതൊരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് ദൈവത്തെ തൊട്ട് അങ്ങനെയുള്ള യുനോ ക്രാപ്പി വാട്ട് കൻ ഐ സേ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് പെടാണ്ടിരിക്കുക. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ ഡെസ്പറേറ്റ് ടു ഗെറ്റ് എ ജോബ്, ബട്ട് ഡോണ്ട് ഫോൾ ഫോർ സച്ച് ട്രാപ്സ്. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പോ ഒരു ഒരു റിക്രൂട്ടറിന്റെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, വാട്ട് ക്യാൻ ഐ സേ, അവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ടോ നോക്കുക. ചിലവരുടെ അവർ കോൺടാക്ട് ഇൻഫർമേഷൻ വിസിബിൾ ആയിട്ട് ഇടും. സോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതും എന്താ പറയുക സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്യൂം അയച്ചു കൊടുക്കാം. ഇനി ഒരു റിക്രൂട്ടറിനെ എങ്ങനെ മെയിൽ അയക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് സീരീസ് ആയിട്ട് ഞാൻ ഇടാം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ നിങ്ങളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വയറീസ് റിലേറ്റിംഗ് ടു റെസ്യൂം, എങ്ങനെ ബിൽഡ് ചെയ്യണം, ഒരു ഇന്റർവ്യൂ നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ യുനോ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആസ് എ റിക്രൂട്ടർ, ഒരു HR ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഞാൻ, ഹൗ മച്ച് എവർ ഐ ക്യാൻ ഹെൽപ്പ് യു, ഐ വിൽ ബി ഹെൽപ്പിംഗ് യു. സോ ലൈഫ് സ്റ്റൈൽ ആൻഡ് ബ്യൂട്ടി വ്ളോഗ്സിന്റെ ഇടയിൽ ഇതുപോലെ തന്നെ എൻ്റെ MNC എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഐ ഡെഫിനറ്റ്ലി പുട്ട് ഇൻ ദിസ്. സോ അൺടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ ശ്വേത. ബൈ ബൈ.